മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 164 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. പോർഷൻസ് പറയാം. സദൃശ്യവാക്യങ്ങൾ 25 മുതൽ 28 വരെ, ഗലാത്യർ 2-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിയുത്തരങ്ങൾ റിവീൽ ചെയ്യാണ്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: പുതിയ നിയമ പാഠഭാഗത്ത് ഒരു വ്യക്തിയുടെ പേരും മറുപേരുമുണ്ട്, ഏതൊക്കെ? ഇതായിരുന്നു ചോദ്യം. ഉത്തരം പത്രോസ്, മറുപേർ കേഫാവ്. ഗലാത്യർ 2-ന്റെ 7-9 വാക്യങ്ങളിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ലോഹം കൊണ്ട് നിർമ്മിച്ച ഫലം ഏത്? ഉത്തരം പൊൻനാരങ്ങ. സദൃശ്യവാക്യങ്ങൾ 25-ന്റെ 11-ലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ചെറിയ ചുറ്റികയ്ക്ക് പാഠഭാഗത്ത് പറയുന്ന പേര്? ഉത്തരം മുട്ടിക. സദൃശ്യവാക്യങ്ങൾ 25-ന്റെ 18-ലാണ് നമുക്ക് ഈ ഉത്തരവും കാണാൻ പറ്റുന്നത്. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: ചവർക്കാരത്തിന്റെ മറ്റൊരു പേരെന്ത്? ഇതൊരു ധാന്യത്തിന്റെ പേരോടെ ആരംഭിക്കുന്നു, എന്താണ്? ഉത്തരം യവക്ഷാരം. സദൃശ്യവാക്യങ്ങൾ 25-ന്റെ 20-ലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഇതിൽ ധാന്യം എന്നുള്ളത് യവം എന്നുള്ളതാണ് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: തൃപ്തി വരാത്തത് ഏതിനൊക്കെ? ഉത്തരം പാതാളം, നരകം, മനുഷ്യന്റെ കണ്ണ്. ഓക്കെ. സദൃശ്യവാക്യങ്ങൾ 27-ന്റെ 20-ലാണ് നമുക്ക് ഉത്തരങ്ങൾ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതൊക്കെയായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ എല്ലാവർക്കും ശരി ഉത്തരമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത പോർഷൻസ് പറയാം. സദൃശ്യവാക്യങ്ങൾ 28 മുതൽ 31 വരെ, അതുപോലെ സഭാപ്രസംഗി 1-ാം അധ്യായം, ഗലാത്യർ 3-ാം അധ്യായം. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് പോർഷൻസ്. നന്നായിട്ട് വായിച്ച് പഠിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.